35 ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ 1000 രൂപ മാസം തോറും അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇടതുപക്ഷം. കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യരും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ ആ പട്ടിണി കിടക്കുന്ന അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന തരത്തിലേക്ക് ഈ കേരളത്തെ അതിദരിദ്രരില്ലാത്ത നാടായി പ്രഖ്യാപിച്ച ഇടതുപക്ഷം. എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ നാട്ടിലെ വിദ്യാലയങ്ങൾ UDF പഠിക്കുന്ന സമയത്ത് ആ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചതെങ്കിൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആകെ മികവുറ്റതാക്കി ഈ കേരളത്തിലെ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിനായിരിക്കണം പ്രിയമുള്ളവരെ നമ്മളുടെ വോട്ട് എന്നാണ് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ ജനത തിരിച്ചറിഞ്ഞ ആ ഇടതുപക്ഷത്തിനാണ് ഞങ്ങളുടെ വോട്ട് എന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു വെക്കുന്നത്. നാളിതുവരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്ത മനുഷ്യർ വരെ ഇത്തവണ ഇടതുപക്ഷത്തിനാണ് ഞങ്ങളുടെ വോട്ടെന്ന് പറഞ്ഞു വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ, കേരളം ഒരു തവണ കൂടി ചരിത്രം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. 3ാം തവണയും ഈ കേരളത്തിന്റെ മണ്ണ് ഇടതുപക്ഷം ഭരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോ തീർച്ചയായും ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ഈ കൊണ്ടോട്ടിയിൽ നിന്ന് ആഞ്ഞു വീശണം എന്നുള്ളതാണ് ഈ കൊണ്ടോട്ടിക്കാരൊന്നാകെ ആഗ്രഹിക്കുന്നത്. ഈ കൊണ്ടോട്ടിയിൽ ജനിച്ചു വളർന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന കൊണ്ടോട്ടിക്കാർ ആഗ്രഹിക്കുന്ന കൊണ്ടോട്ടിയുടെ ഒരു വികസന മുഖമുണ്ട്. ആ കൊണ്ടോട്ടിയുടെ വികസന മുഖം യാഥാർത്ഥ്യമാക്കാൻ നാളിതുവരെ ഈ കൊണ്ടോട്ടിയിൽ നിന്ന് വിജയിച്ചു പോയവർക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ നിന്ന് കൊണ്ടോട്ടിക്കാരുടെ വോട്ട് വാങ്ങി നിയമസഭയിലേക്ക് പോകുന്നതിനുള്ള ഒരു പാലമായി മാത്രം കൊണ്ടോട്ടിയെ കണ്ടവരെ ഇനിയും ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചയക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. നാളിതുവരെ കൊണ്ടോട്ടിക്ക് മുന്നേറാൻ കഴിയാത്തതിന്റെ കാരണക്കാരെ അവിടെ നിന്ന് മാറ്റി ഈ കൊണ്ടോട്ടിയുടെ വികസന കുതിപ്പിലേക്ക് നടത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടതുണ്ട്. ഈ കേരളം 3ാം തവണയും ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഈ കൊണ്ടോട്ടിയും മാറേണ്ടതുണ്ട്. ഈ കൊണ്ടോട്ടിയും വികസനങ്ങൾ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. ഈ കൊണ്ടോട്ടിയുടെയും വികസന മുരടിപ്പ് മാറേണ്ടതുണ്ട്. ഈ കൊണ്ടോട്ടിയെ മാറ്റാൻ, ഈ കൊണ്ടോട്ടിയുടെ വികസന മുരടിപ്പിന് അറുതി വരുത്താൻ, ഈ കൊണ്ടോട്ടിയുടെ വികസന കുതിപ്പിന് തുടക്കം കുറിക്കാൻ പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ P. ജിജി എന്ന എന്നെ എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഓരോ വോട്ടർമാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന്